നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നരഹത്യയേക്കാൾ വലിയ വേദനയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ അനുഭവിച്ചത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ് കുടുംബം. സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണെന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. ശബ്ദ സന്ദേശം പോലീസിന് കൈമാറിയതായും കുടുംബം അറിയിച്ചു. ശബ്ദ സന്ദേശത്തിലുള്ളത് വരുന്നവരും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തും തല്ലി. മൃഗീയമായിട്ട് അവനെ തല്ലിക്കൊന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവർക്കും ഇതിൽ പങ്കുണ്ട്. പുറത്ത് നല്ലവരാണെന്ന് അഭിനയിക്കുന്നവർ കഴുകന്മാരെക്കാളും മോശം ആൾക്കാരാണ്. ഇതായിരുന്നു ഓഡിയോയിലുള്ള സന്ദേശം. അതേസമയം പ്രതികൾക്ക് യാതൊരു കൂസലുമില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. കേസിലെ ആസൂത്രകനായ സിൻജോ ജോൺസൺ ഹോസ്റ്റൽ തെളിവെടുപ്പിനെത്തിയത് ഒരു കൂസലുമില്ലാതെയാണ്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ അവൻ മറുപടി നൽകി. ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയാണ് കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം സിൻജോയുമായി തെളിവെടുപ്പിനെത്തിയത്. ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂ ഗണ്ണിന്റെ വയർ മുറിയിലെ കട്ടിലിനടിയിൽ നിന്നും സിൻജോ എടുത്തു നൽകി. ആൾക്കൂട്ട വിചാരണ നടത്തിയ ഹോസ്റ്റൽ നടുമുറ്റവും സിൻജോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു. ശേഷം സിൻജോ താമസിച്ചിരുന്ന 36-ാം നമ്പർ മുറിയിലേക്കാണ് സംഘം പോയത്. മുറിയിൽ നിന്നും കണ്ടെത്തിയ കറുപ്പ് നിറമുള്ള റബ്ബർ ചെരുപ്പുകൾ തന്റേതാണെന്നും സിൻജോ സമ്മതിച്ചു. ചെരുപ്പിന്റെ അളവ് ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതിനാലും റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതിനാലും സിൻജോ മുറിയിൽ നിന്നും കൂടുതൽ സമയം ചെലവഴിച്ചു. ഫോട്ടോകൾ എടുത്തപ്പോഴും സിൻജോയ്ക്ക് ഭാവവ്യത്യാസമില്ല. തെളിവെടുപ്പിന് ശേഷമുള്ള മടക്കയാത്രയിൽ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന മുറിയും അന്വേഷണ സംഘത്തിന് സിൻജോ കാണിച്ചു കൊടുത്തു. കേസിലെ പ്രതിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായ അമൽ ഇസ്ഹാൻ താമസിച്ചിരുന്നത് 21-ാം നമ്പർ മുറിയിലാണ്. ഈ മുറിയിൽ വെച്ചായിരുന്നു കഴിഞ്ഞ 16-ന് സിൻജോയും അമൽ ഇൻഹാസും ചേർന്ന് സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്തത്. തുടർന്നാണ് ഹോസ്റ്റൽ നടുമുറ്റത്ത് വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയത്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മാതാപിതാക്കൾ അധികാരികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ശരീരത്തിലെ പരിക്കുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണെന്നും പരാതിയിലുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആഴത്തുള്ള അന്വേഷണം നടത്തി കൊലപാതക സാധ്യതകളെ പറ്റി വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരണമെന്നും അന്വേഷണ സംഘത്തോട് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കണ്ണില്ല ക്രൂരതയാണ് സഹപാഠികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. രാത്രി 9 മുതൽ പുലർച്ചെ 2 വരെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു 6 മണിക്കൂർ തുടർച്ചയായി മൃഗീയമായി മർദ്ദിച്ചത്. ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം മരണമില്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന അവസ്ഥയിലേക്ക് സിദ്ധാർത്ഥനെ എത്തിച്ചതും അങ്ങനെയാണ്. 18-ന് 12:30-ക്കും 1:45-നും ഇടയിൽ ഹോസ്റ്റലിലെ കുളിമുറിയിൽ ജീവൻ ഒടുക്കി. ബെൽറ്റ്, കേബിൾ വയർ എന്നിവയാണ് മർദ്ദനത്തിന് ഉപയോഗിച്ചത്. കൈകൊണ്ടടിക്കുകയും കാൽ കൊണ്ട് തൊഴിക്കുകയും ചെയ്തു. 21-ാം നമ്പർ മുറിയിലും ഹോസ്റ്റലിന്റെ നടുമുറ്റത്തും ക്യാമ്പസിനകത്തെ വിവിധ സ്ഥലങ്ങളിലും വെച്ച് ക്രൂരമായ മർദ്ദനം നടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാവുമെന്നും ഹോസ്റ്റലിലെ അഖിലിത നിയമം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാമെന്നും ഇവർ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി. കോളേജിലെ മുതിർന്ന വിദ്യാർത്ഥികളും സഹപാഠികളും അടക്കമുള്ള 18 പ്രതികൾ ഹോസ്റ്റലിലെ മറ്റ് വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ വെച്ചായിരുന്നു പരസ്യ വിചാരണ നടത്തിയത്. സിദ്ധാർത്ഥന്റെ മരണശേഷം പല രാഷ്ട്രീയ സംഘടനകളും പ്രക്ഷോഭങ്ങൾ നടത്തുകയും നേതാക്കളുടെയും മന്ത്രിമാരുടെയും വക വാഗ്ദാനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചെയ്യേണ്ട ഒന്നാണോ എന്നാണ് എന്റെ ചോദ്യം. ആ കോളേജിലുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകൾ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് എത്ര സമരവും പ്രക്ഷോഭവും നടത്തിയിട്ട് എന്ത് കാര്യം? അന്ന് ചെയ്യാതിരുന്നത് ഇന്ന് ചെയ്യുന്നതിനുമുള്ള അസ്വാഭാവികതയും പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്.